എന്റെ കുട്ടിക്കാലത്ത് ആ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോഴാണ്. അന്ന് തന്നെയാണ് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും. പിന്നീട് ആ വിഗ്രഹം കിട്ടുന്നത് മീരയ്ക്കാണല്ലേ? ആ അതെ. പക്ഷേ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ആ വിഗ്രഹം സ്വപ്നം കാണുമായിരുന്നു. ഓഹോ. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ വിഗ്രഹം ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്. അച്ഛനത് സാധാരണ വിഗ്രഹമാണെന്ന് കരുതി വാങ്ങിക്കൊണ്ട് വന്നത് കണ്ടിട്ട് ഞാൻ ഇതല്ല സ്വപ്നത്തിൽ കണ്ടെന്നും പറഞ്ഞു കരഞ്ഞു. പാവ അച്ഛൻ എന്ത് ചെയ്യാനാ? ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എനിക്കറിയില്ലായിരുന്നു. മായയ്ക്കു വേണ്ടി ആണ്ട് ബലിയിടാൻ ഹരിയും മീരയും കൂടി കടൽ തീരത്ത് പോയപ്പോഴാ വിഗ്രഹം അവിടെ നിന്ന് തിരിച്ചു കിട്ടിയത്. അമ്മയില്ലാത്തതിന്റെ സങ്കടം സഹിക്കാൻ വയ്യെന്നും എനിക്കൊരു കൂട്ട് വേണമെന്നും പറഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. അപ്പോഴാ കരയിലേക്ക് വന്ന തിരകൾ തിരിച്ചിറങ്ങിയപ്പോ മണലില് വിഗ്രഹം തെളിഞ്ഞു വന്നത്.